DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് ചുമതല നൽകിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രവീണ, മുതിർന്ന നേതാക്കൾക്ക് ആർക്കെങ്കിലും താൽക്കാലിക ചുമതല കൊടുക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരവും. N ശക്തൻ KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ്, ഉപാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് ആദ്യവാരത്തോടുകൂടി പുതിയ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പുതിയ DCC അധ്യക്ഷൻ വരട്ടെ എന്നുള്ളതാണ്. അതുവരെ പാർട്ടിയിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾ, DCCയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, നേതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ഇത് പരിഹരിക്കുക കൂടിയാണ് N ശക്തന്റെ നിലവിലെ ചുമതല. DCCക്ക് നാഥനില്ലാ കളരി എന്നുള്ളൊരു പേരുദോഷം കൂടി കേൾക്കരുത് എന്ന നേതൃത്വത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ രാവിലെ തന്നെ തീരുമാനം വന്നത്. ഇന്നലെ രാത്രി തന്നെ മുതിർന്ന മറ്റ് നേതാക്കളുമായി സണ്ണി ജോസഫ് MLA ആശയവിനിമയം നടത്തിയിരുന്നു. എല്ലാവരുടെയും കൂടി അഭിപ്രായം കണക്കിലെടുത്താണ് മുതിർന്ന നേതാവ് കൂടിയായ N ശക്തന്, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നേതാവാണ്, മുൻ സ്പീക്കറായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ചുമതല കൈമാറിക്കൊണ്ട് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും N ശക്തന് മുന്നിലും കടമ്പകൾ ഏറെയാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. മുൻ MLA ആണ്, മുൻ സ്പീക്കറാണ്. അപ്പോ ഈ നേരത്തെ പ്രവീണ തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ഈ ആരും മുറവിളി കൂട്ടുകയോ അല്ലെങ്കിൽ ഈ അവകാശവാദം ഉന്നയിച്ച് വരികയോ ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷേ എങ്കിലും ശക്തന് മുന്നിൽ ഇനി കടമ്പകൾ ഏറെയല്ലേ? കാരണം വലിയൊരു പൊട്ടിത്തെറിക്ക് സമാനമായ രീതിയിലുള്ള ഒരു വോയിസ് നോട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ DCC അധ്യക്ഷനെ രാജിവെക്കേണ്ടി വരുന്നു. മറ്റൊരാൾ പകരം വരുമ്പോൾ അയാൾക്ക് മുന്നിലുള്ള പ്രതിസന്ധി ഏറെയല്ലേ? ശക്തൻ അശക്തനാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ചെറുതല്ല തിരുവനന്തപുരം DCCയിലെ പ്രശ്നങ്ങൾ. പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം നേതാക്കളുണ്ട്, അവരെ തിരിച്ചെടുക്കേണ്ടി വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അവർക്ക് പ്രാദേശികമായ ബന്ധങ്ങളുള്ളവരാണ്. അപ്പോൾ അക്കാര്യങ്ങളിൽ അടക്കം തീരുമാനമെടുക്കേണ്ടി വരും. ഭിന്നിച്ചു നിൽക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. നേതാക്കൾക്കൊപ്പം ഇപ്പൊ ഗ്രൂപ്പില്ലെന്ന് പറയുമ്പോൾ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യം കൂടി ശക്തന് മുന്നിലുണ്ട്. അപ്പോൾ ശക്തൻ എത്രത്തോളം ശക്തനാണ് എന്ന് തെളിയിക്കേണ്ടത്, പാർട്ടിപരമായി തെളിയിക്കേണ്ടത് കൂടി ഇപ്പോൾ ശക്തന് മുന്നിലുള്ള വലിയ കടമ്പയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ആരെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ പ്രവീണ? ഇപ്പോൾ ഈ ശക്തനെ താൽക്കാലിക ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നേതാക്കളുടെയോ ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാണോ? ഈ കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല. കാരണം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോലും വടംവലി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആർക്ക് ചുമതല കൊടുത്താലും കുഴപ്പമില്ല, അതൊരു മുതിർന്ന നേതാവായിരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആവശ്യം. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ദീപാദാസ് മുൻഷി AICCയുടെ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടും കൂടി ആലോചിച്ച് ഇപ്പോൾ ശക്തന് ചുമതല നൽകിയിരിക്കുന്നത്. ആര് വന്നാലും പാർട്ടിക്ക് മുന്നിലുള്ള പ്രതിരോധങ്ങൾ, പ്രതിസന്ധികൾ ചെറുതല്ല. അതെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് N ശക്തൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്തു കാണിക്കേണ്ടത്. പ്രവീണ, ഇനിയിപ്പോൾ പുതിയൊരു പട്ടിക വരാൻ പോവുകയാണ്. ഈ അംഗങ്ങളുടെയൊക്കെ പ്രസിഡന്റുമാരെയൊക്കെ നിർണയിച്ചുള്ള പുതിയ പട്ടിക വരാൻ പോകണം. അപ്പോൾ അതിനു മുൻപ് പാർട്ടിയിലെ എല്ലാ അസ്വാരസ്യങ്ങളും ഒക്കെ പറഞ്ഞൊതുക്കുക, ഈ തർക്കങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക, എല്ലാ നേതാക്കളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരിക, അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ശക്തന് മുന്നിലുമുള്ള പ്രഥമ പരിഗണന അല്ലേ? ശക്തന് മുന്നിലുള്ള പ്രഥമ പരിഗണന തിരുവനന്തപുരം DCCയെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. DCC അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, പുറത്താക്കപ്പെട്ട അംഗങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കാം, ഇക്കാര്യങ്ങളിലടക്കം ശക്തന് തീരുമാനം എടുക്കേണ്ടി വരും. ഒരുപക്ഷെ ശക്തന് അത്തരം തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അസ്വാരസ്യങ്ങൾ പരിഹരിക്കുക മാത്രമാകും ലക്ഷ്യം. നാഥനില്ലാ കളരിയായി തിരുവനന്തപുരം DCC മാറി എന്നുള്ള പഴി കേൾക്കാതിരിക്കുക കൂടിയായിരുന്നു നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കൂടിയാണ് ഒരു മുതിർന്ന നേതാവിന് സ്ഥാനം കൊടുത്തത്. നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 പേരുകളാണുള്ളത്. 1 മണക്കാട് സുരേഷ്, 2 സത്യേന്ദ്ര പ്രസാദ്, 3 VS ശിവകുമാർ. ഇതിൽ VS ശിവകുമാർ നേരത്തെ DCC അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രഥമ പരിഗണന മണക്കാട് സുരേഷിന് തന്നെ പോയേക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ അപ്പോഴും ഈ പറയുന്ന സാധാരണഗതിയിൽ തിരുവനന്തപുരം DCC പിടിക്കാൻ നടത്തുന്ന ഒരു വടംവലിയുണ്ട്. അതൊന്നും ഇത്തവണ ഇല്ല എന്നുള്ളതും പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലാണ് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ്. DCC അധ്യക്ഷൻ പാലോട് രവി രാജിവച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ N ശക്തന്, മുൻ MLA ആണ്, മുൻ നിയമസഭാ സ്പീക്കറാണ്, അദ്ദേഹത്തിന് പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത്, താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. കരുത്തുറ്റ നേതാവാണ്, UDFനെ സംബന്ധിച്ച ഒരു കരുത്തുറ്റ നേതാവാണ് N ശക്തൻ. അപ്പോൾ ഈ ശക്തൻ എങ്ങനെയൊക്കെ ഇനി പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തും, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പാർട്ടിയെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം അദ്ദേഹത്തിന് സാധിക്കും എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു PR പ്രവീണ, തിരുവനന്തപുരത്ത് നിന്ന്.